ജനസംഖ്യ വെറും 1.5 ലക്ഷം. 2026 ലോകകപ്പ് കളിക്കാൻ യോഗ്യത നേടിയ ക്യുറേസോ എന്ന കുഞ്ഞൻ രാജ്യം രചിച്ചത് പുതുചരിത്രം. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യം ഇന്നും ലോകകപ്പ് ഫുട്ബോൾ യോഗ്യത സ്വപ്നം കാണുമ്പോഴാണ് ക്യുറേസോ എന്ന കരീബിയൻ ദ്വീപ് രാഷ്ട്രം ലോകകപ്പ് കളിക്കാൻ യോഗ്യത നേടിയത്. കാൽപന്ത് കളിയുടെ മഹാമേളയിലേക്ക് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യമായി ക്യുറേസോ മാറി. 2018 ലോകകപ്പിന് യോഗ്യത നേടിയ ഐസ്ലാൻഡിന്റെ റെക്കോർഡാണ് മറികടന്നത്. കോൺകാഫ് യോഗ്യതാ റൗണ്ടിന്റെ അവസാന മത്സരത്തിൽ ജമൈക്കയ്ക്കെതിരായ തോൽവി വഴങ്ങാതെ ഗോൾ രഹിത സമനില പിടിച്ചതോടെയാണ് ക്യുറേസോയ്ക്ക് മുന്നിൽ ചരിത്രം വഴിമാറിയത്. വെറും 1,56,000 ജനസംഖ്യയുള്ള ഈ ചെറിയ കരീബിയൻ രാജ്യം ഹെയ്ത്തി, പനാമ എന്നിവയ്ക്കൊപ്പം 2026 ടൂർണമെന്റിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. തോൽവി ഒഴിവാക്കിയാൽ അടുത്ത വർഷം അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നടക്കുന്ന 48 ടീമുകളുടെ വിപുലീകൃത ലോകകപ്പിലേക്ക് പ്രവേശനം ഉറപ്പാക്കാമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ക്യുറേസോ കിങ്സ്റ്റണിൽ മാറ്റുരയ്ക്കാൻ എത്തിയത്. 444 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ക്യുറേസോയുടെ നേട്ടം ലോകത്തെ കളിയാരാധകർക്ക് ആവേശത്തിനൊപ്പം അത്ഭുതവും സമ്മാനിച്ചാണ് ജൈത്രയാത്ര തുടങ്ങുന്നത്. പരിചയസമ്പന്നനായ ഡച്ച് പരിശീലകൻ ഡിക് അഡ്വക്കാറ്റിന്റെ കീഴിലായിരുന്നു ക്യുറേസോയുടെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം. ദേശീയ ഫെഡറേഷനിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അഡ്വക്കാറ്റിന്റെ നിയമനം 2024 ജനുവരിയിലാണ് യാഥാർത്ഥ്യമാകുന്നത്. കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ ഫുട്ബോൾ ടീമിനെ തകർത്തിരുന്നു. ഒടുവിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും കളിക്കാർക്ക് ശമ്പളം നൽകുകയും ചെയ്ത ശേഷമാണ് അഡ്വക്കാറ്റ് പരിശീലകനായി ചുമതലയേൽക്കുന്നത്. ഡിക് അഡ്വക്കാറ്റ് എന്ന പരിശീലകനെ കാത്ത് മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കുമ്പോൾ ഈ പരിശീലകന് 78 വയസ്സാകും. 2010 ഗ്രീസിനെ പരിശീലിപ്പിച്ച ഓട്ടോ റെഹാഗലിന്റെ പേരിലാണ് ഏറ്റവും പ്രായം കൂടിയ പരിശീലകൻ എന്ന റെക്കോർഡ് ഇപ്പോഴുള്ളത്. അത് മറികടന്ന ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പരിശീലകനായ അഡ്വക്കാറ്റ് മാറിയേക്കാം. 3 തവണ നെതർലൻഡ്സിനെയും കൂടാതെ റഷ്യ, ദക്ഷിണ കൊറിയ തുടങ്ങി 10 ദേശീയ ടീമുകളുടെ ചുമതല വഹിച്ചിട്ടുള്ള ഡിക് അഡ്വക്കാറ്റിന്റെ അനുഭവ സമ്പത്ത് ക്യുറേസോയ്ക്ക് മുതൽക്കൂട്ടാകും. പുറത്തുനിന്നുള്ള കളിക്കാരെ കൊണ്ടുവന്ന അഡ്വക്കാറ്റിന്റെ പദ്ധതി ക്യുറേസോയുടെ ലോകകപ്പ് യോഗ്യതാ വിജയത്തിന് കാരണമായിട്ടുണ്ട്. നിർണായക മത്സരത്തിൽ കളിച്ചവരിൽ മിക്ക കളിക്കാരും നെതർലൻഡ്സിൽ ജനിച്ചവരാണ്. PSVക്ക് വേണ്ടി ചാമ്പ്യൻസ് ലീഗ് കളിച്ച അർമാൻഡോ ഒബിസ്പോയ്ക്ക് പുറമെ ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന 3 പേരും ടീമിനൊപ്പമുണ്ട്. അയാക്സ്, PSV എന്നിവരുടെ കളിക്കാരായവരും സ്ക്വാഡിൽ ഉണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മുൻ താരം താഹിത് ചോങ് ഈ ദ്വീപിൽ ജനിച്ച കളിക്കാരിൽ പ്രമുഖനാണ്. നെതർലൻഡ്സ് ആന്റിലീസ് പിരിച്ചുവിട്ടതിനെ തുടർന്ന് 2010 മാത്രം ഫിഫ അംഗമായ ഒരു രാജ്യത്തിന് യോഗ്യത നേടുന്നത് അവരുടെ കായിക ചരിത്രത്തിലെ അഭൂതപൂർവമായ ഒരു നിമിഷമായി എന്നെന്നും അടയാളപ്പെടുത്തും.